ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് കോട്ടയം ജില്ല. തയ്യാറാക്കിയത് ആകാശവാണി പ്രതിനിധി ദേവിക എസ് നായർ. അവതരിപ്പിക്കുന്നത് അനിൽകുമാർ ഐരൂപ്പാറ. സെൻസസ് 2027 ബന്ധപ്പെട്ട പരിശീലന പരിപാടിക്ക് കോട്ടയം ജില്ലയിൽ തുടക്കം കുറിച്ചു. കളക്ടറേറ്റിലെ വിഭജിക ഹാളിൽ ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ ഉദ്ഘാടനം നിർവഹിച്ചു. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ലിറ്റി ജോസഫും പരിപാടിയിൽ പങ്കെടുത്തു. ജില്ലയിലെ സെൻസസ് ഓഫീസർമാർ, അഡീഷണൽ സെൻസസ് ഓഫീസർമാർ, ടെക്നിക്കൽ വിഭാഗം ജീവനക്കാർ തുടങ്ങിയവരാണ് 2 ബാച്ചുകളിലായി നടക്കുന്ന പരിശീലനത്തിൽ പങ്കെടുക്കുന്നത്. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് ആദ്യഘട്ടത്തിൽ നടക്കുക. ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ വിവരശേഖരണം നടത്തുന്ന രാജ്യത്തെ ആദ്യ സെൻസസാണിത്. പ്രാരംഭഘട്ട മാപ്പിംഗ് നടപടികൾ മെയ് ആദ്യവാരത്തോടെ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ജൂൺ മുതൽ പൊതുജനങ്ങൾക്ക് സെൽഫ് എന്യൂമറേഷന് അവസരം നൽകും. ജൂലൈ 1 മുതലാണ് എന്യൂമറേറ്റർമാർ നേരിട്ടെത്തി വിവരശേഖരണം നടത്തുന്നത്. ജില്ലയിൽ മോട്ടോർ വാഹന വകുപ്പും പോലീസും സംയുക്തമായി ഈ മാസം 20 മുതൽ 25 വരെ ചലാൻ മെഗാ അദാലത്ത് സംഘടിപ്പിച്ചു. കോട്ടയം RTO ഓഫീസിലും കോട്ടയം എൻഫോഴ്സ്മെന്റ് RTO ഓഫീസിലും ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, പാല, വൈക്കം, ഉഴവൂർ സബ് RTO ഓഫീസുകളിലുമാണ് മെഗാ അദാലത്ത് നടത്തിയത്. 2024 ഡിസംബർ 31 വരെ ചലാൻ നിലവിലുള്ള വാഹനങ്ങൾക്ക് ചലാന്റെ 50% തുകയടച്ച് തീർപ്പാക്കാൻ ഇതിലൂടെ അവസരം ലഭിച്ചു. ചലാൻ അടയ്ക്കാതെ കോടതിയിലേക്ക് പോയ കേസുകളിലും ഈ സേവനം പ്രയോജനപ്പെടുത്താൻ സാധിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വൺ ടൈം ആംനസ്റ്റി സ്കീം മുഖേന നടപ്പാക്കുന്ന പദ്ധതിയുടെ അവസാന തീയതി ഈ മാസം 30 ആണ്. വാഹന ഉടമകൾ ഈ സേവനം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് കോട്ടയം RTO അറിയിച്ചു. ചിത്രകാരിയും പത്രപ്രവർത്തകയുമായ പ്രസന്ന ഗ്രീസിലോണിന്റെ ചിത്രപ്രദർശനം ആർട്ട് ബിയോണ്ട് ബൗണ്ടറീസ് ഈ മാസം 20 കോട്ടയത്ത് ആരംഭിച്ചു. പ്രദർശനം 26 വരെ തുടരും. കേരള ലളിതകലാ അക്കാദമിയുടെ കോട്ടയം DC കിഴക്കേമുറി ഇടം ആർട്ട് ഗ്യാലറിയിൽ നടക്കുന്ന പ്രദർശനം മുൻ MP സുരേഷ് കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. ദിവസവും രാവിലെ 10 മുതൽ വൈകുന്നേരം 6:30 വരെ നടക്കുന്ന പ്രദർശനം തികച്ചും സൗജന്യമാണ്. ജില്ലയിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തിയ വിഷു ചന്തകളിൽ 42 ലക്ഷം രൂപയുടെ വിറ്റുവരവ്. 78 CDS യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 10 മുതൽ 14 വരെയാണ് വിഷു ചന്തകൾ സംഘടിപ്പിച്ചത്. വിഷുക്കാല ആവശ്യങ്ങൾ മുൻനിർത്തി പഞ്ചായത്തുകളിലും നഗരസഭകളിലും പ്രത്യേക വിപണികൾ ഒരുക്കിയിരുന്നു. പായസമേളയും വിഷുക്കിറ്റുകളുമായിരുന്നു മേളയിലെ പ്രധാന ആകർഷണം. കാർഷികോൽപ്പന്നങ്ങൾക്കൊപ്പം വിഷരഹിത പച്ചക്കറികൾ, കൈത്തറി ഉൽപ്പന്നങ്ങൾ, ധാന്യപ്പൊടികൾ, കറിപ്പൊടികൾ, അച്ചാറുകൾ എന്നിവയ്ക്കും ആവശ്യക്കാർ ഏറെയായിരുന്നുവെന്ന് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിലാഷ് K. ദിവാകർ പറഞ്ഞു. കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചതിന്റെ 35ാം വാർഷികത്തോടനുബന്ധിച്ച് ജില്ലാ സാക്ഷരതാ മിഷൻ സെമിനാർ സംഘടിപ്പിച്ചു. സാക്ഷരതാ പ്രവർത്തന രംഗത്ത് മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ വിവിധ ഗ്രാമപഞ്ചായത്തുകളിലെ പ്രേരക്മാരായ R. ശൈലമ്മ, സാറാമ്മ V. മാർക്കോസ്, S. ശശിധരൻ, അന്നമ്മ K. മാത്യു, ശ്രീകല M. നായർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഡെപ്യൂട്ടി പ്ലാനിംഗ് ഓഫീസർ PA അമാനത്ത് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ VV മാത്യു അധ്യക്ഷത വഹിച്ചു. കോട്ടയത്ത് നടന്ന സംസ്ഥാന പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ 482 പോയിന്റോടെ എറണാകുളം ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. കോട്ടയം സ്പോർട്സ് കൗൺസിൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഈ മാസം 19 മുതൽ 21 വരെയാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. 367 പോയിന്റോടെ തിരുവനന്തപുരം 2ാം സ്ഥാനവും 355 പോയിന്റോടെ ആലപ്പുഴ 3ാം സ്ഥാനവും നേടി. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ബൈജു വർഗീസ് ഗുരുക്കൾ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.